തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിലെ ത്രിതല അന്വേഷണത്തിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ മൊഴിയെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം വെടിക്കെട്ട് മാഗസിൻ പോലീസ് അടച്ചപ്പോൾ അന്നത്തെ കളക്ടർ കൃഷ്ണതേജ ഇടപെട്ടില്ല എന്ന് ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ മൊഴി നൽകി. റവന്യൂ വകുപ്പിന്റെ വീഴ്ചകൾ സംബന്ധിച്ചായിരുന്നു പോലീസ് വിവരങ്ങൾ ശേഖരിച്ചത്. തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, ഇപ്പോൾ അന്നത്തെ കളക്ടർക്കെതിരെയും ഇത്തരത്തിലൊരു ആരോപണം വന്നിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ ഈ ഒരു തൃശൂർ പൂരം ഈ ഒരു വിവാദത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയും ചെയ്യുകയാണ്. എന്താണ് വിവരങ്ങൾ? സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ന് ഗൂഢാലോചന അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെ തലത്തിലുള്ള വീഴ്ചയും ഗൂഢാലോചനയും അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിൽപ്പെട്ട ഡിവൈഎസ്പി പിക്കോ ഫിറോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രതിനിധികളുടെ മൊഴി രേഖപ്പെടുത്തിയത്. ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി ശശികുമാർ തുടങ്ങിയവരുടെ മൊഴിയാണ് 2 മണിക്കൂറിലേറെ സമയമെടുത്ത് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂര നടത്തിപ്പിലുണ്ടായ വീഴ്ചകൾ ഭാഗമായി റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രശ്നങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇരുവരോടും ചോദിച്ചറിഞ്ഞത്. ഇരുവരും ഉദ്യോഗസ്ഥർക്കെതിരെയും പോലീസിനെതിരെയുമാണ് മൊഴി നൽകിയത്. അതിനുശേഷം പുറത്തു വന്ന് നടത്തിയ പ്രതികരണത്തിലാണ് ഗിരീഷ് കുമാർ അന്നത്തെ കളക്ടറായിരുന്ന കൃഷ്ണതേജ ഈ വിഷയത്തിൽ സജീവമായ ഒരു ഇടപെടൽ നടത്തിയില്ല എന്ന് ആരോപിക്കുന്നത്. കൃഷ്ണതേജ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളെ തുടർന്ന് വെടിക്കെട്ട് നടത്താൻ വൈകിയതടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസ് മാഗസിന്റെ താക്കോൽ വാങ്ങി സൂക്ഷിച്ചപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരാരും ആ പ്രശ്നപരിഹാരത്തിന് വേണ്ടി അവിടെ എത്തിയില്ല. കളക്ടർ പ്രത്യേകിച്ച് അവിടെ എത്തി ഒരു പരിഹാരത്തിനുള്ള ശ്രമം നടത്തിയില്ല എന്നുള്ളതും ഈ ഗിരീഷ് കുമാർ എടുത്തു പറയുന്നു. ഇത്തരം കാര്യങ്ങൾ അടക്കമുള്ള മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി വിവിധ സ്ഥലങ്ങളിലായി ഈ തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമതലയിലുണ്ടായിരുന്ന ആളുകളുടെയും മറ്റും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആരോഗ്യ വകുപ്പ് അധികൃതരുടെയും ആരോഗ്യ വിഭാഗത്തിന്റെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രതിനിധികൾ അടക്കമുള്ളവരുടെ മൊഴിയും രേഖപ്പെടുത്തും. സ്വാതി. ശരി, ലെവിൻ കെ വിജയൻ.